ഇമോഷണൽ തിങ്കിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പം നമ്മളെല്ലാം മനുഷ്യരാണ്. ഇപ്പോൾ മഹീൻ പറഞ്ഞു നമ്മളിങ്ങനെ ഒരു ലിസ്റ്റ് എഴുതി വെച്ചിട്ടുണ്ട്, ഇന്നത് പാടില്ല ഇന്നത് പാടില്ല എന്നൊക്കെ ഉള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. ബട്ട് വി ആർ ഹ്യൂമൻസ്, നമുക്ക് ഏത് നിമിഷവും എന്ത് വേണമെങ്കിലും വികാരങ്ങൾ തോന്നാം. അപ്പം ഇങ്ങനെ ഒരുപാട് യാത്ര ചെയ്യുമ്പോഴും നമുക്ക് കുറേ ബേസിക് നീഡ്സ് ഉണ്ട് അല്ലേ. ഇപ്പം സെക്സ് ആണെങ്കിൽ കൂടി നമ്മുടെ ഒരു ബേസിക് നീഡാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ കയ്യിൽ നിന്ന് പോകാറില്ലേ, അല്ലെങ്കിൽ നമുക്കത് തോന്നാറില്ലേ, അല്ലെങ്കിൽ അങ്ങനെ ഒരു മൊമെന്റ് സംഭവിക്കാറുണ്ടോ? അങ്ങനെ എനിക്കിപ്പോ തോന്നാം കയ്യിൽ നിന്ന് പോവാറില്ല, മനസ്സിലായല്ലേ. അപ്പം കയ്യിൽ നിന്ന് പോകുന്നവരുണ്ടായിരിക്കാം. അപ്പൊ കയ്യിൽ നിന്ന് പോയിരുന്നവരുണ്ടെങ്കിൽ അത് പൊക്കോട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഓക്കെ. ഈ 23ാമത്തെ വയസ്സിലൊക്കെ ഇത്രയും കൺട്രോളുള്ള ഒരു ചെറുപ്പക്കാരല്ലേ. അപ്പൊ മഹീൻ, നമ്മൾ ഇത്രയും പറഞ്ഞു ഈ ഒരു വീഡിയോയ്ക്കെതിരെ റിയാക്ട് ചെയ്ത് പോയതാണ്, വേറെ ഒന്നും കൊണ്ടല്ല. ട്രാവൽ റിലേറ്റഡ് ആയിട്ടുള്ള സംഭവത്തിന് ഒരു പുറത്തേക്ക് ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കാനായിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ആൻഡ് ഐ യൂസ് ടു വാച്ച് ഹിസ് വീഡിയോസ് ഓൾസോ. ഓക്കെ. അപ്പം ചേച്ചി അതിനകത്ത് പറയുന്നൊരു ഡയലോഗ് ഉണ്ട്, റിയൽ ഹ്യൂമൻസ് അല്ലേ, ഇമോഷൻസ് ഉണ്ടാവില്ലേ, കയ്യിൽ നിന്ന് പോവില്ലേ എന്ന്. ഈ കേരളത്തിൽ വന്ന് ഇരുന്നിട്ട് ഇങ്ങനത്തെ ഒരു ചോദ്യം ചോദിക്കാൻ ചേച്ചിക്ക് എങ്ങനെ പറ്റി? എത്രയോ ആൾക്കാരാണ് കൺട്രോൾ ഇല്ലാതെ, കുഞ്ഞു പിള്ളേർ എന്തിനും മൃഗങ്ങളെ വരെ ഇല്ലാതാക്കുന്നത്. അപ്പോൾ അതിൽ നിന്നും വേർപെട്ട ആൾക്കാരുണ്ട്, മനുഷ്യന്മാരുണ്ട്, റിയൽ ഹ്യൂമൻസ് ഉണ്ട് എന്ന് അറിഞ്ഞപ്പോൾ ചേച്ചി ഞെട്ടിയോ? അതുകൊണ്ടാണോ ചേച്ചി ചോദിച്ചത് 23ാമത്തെ വയസ്സിലും ഇത്രയും കൺട്രോളോ എന്നും? 23ാമത്തെ വയസ്സിൽ കൺട്രോൾ പാടില്ലേ? ചേച്ചി കൺട്രോൾ ഇല്ലേ? അല്ലെങ്കിൽ കൺട്രോൾ ഇല്ലാത്ത ആൾക്കാരെയാണോ ചേച്ചി കണ്ടിരിക്കുന്നത്? ആ ലാസ്റ്റ് ചിരിയിൽ നിന്നും സംസാരിച്ചതിൽ എനിക്ക് ഭയങ്കര ഓക്വേർഡായിട്ട് തോന്നി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക് നീഡ്സാന്ന് വെച്ചിട്ട് ഇതിന് കൺട്രോൾ പാടില്ലാമെന്ന് പറഞ്ഞം ആൾക്കാരെ ഇറങ്ങി തിരിക്കാൻ തോന്നിക്കഴിഞ്ഞാൽ കേരളത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും? ഇൻ്റർവ്യൂ ആയ കുറച്ച് എത്തിക്സും സംഭവം കാര്യങ്ങളൊക്കെ വേണം. അതിനകത്ത് സെക്സ് ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ പോലെ തന്നെ വേറെ പല ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ് ഉണ്ട്. വിശപ്പുണ്ട്, ഹെൽത്ത് ഉണ്ട്, അതേപോലെ ട്രാവൽ എന്ന് പറയുന്നത് ഒരു ലഹരിയാണ്. ആ ലഹരിയിലോട്ട് കയറി കഴിഞ്ഞാൽ ചേച്ചി പറഞ്ഞ സെക്സും സംഭവങ്ങൾക്ക് വളരെയധികം സെക്കൻഡറി ആവും.